അങ്ങനെ ലോകം മുഴുവനുള്ള ആപ്പിൾ യൂസേഴ്സിന് പുതിയ കുറച്ച് ആവേശം പരാൻ വേണ്ടി ആപ്പിൾ ഈ മാസം ജൂൺ 10 ആപ്പിളിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് iOS 18, iPadOS, macOS, tvOS, watchOS ഇതിൻ്റെ എല്ലാം പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റിലീസ് ചെയ്യുകയാണ്. അതാണ് ജൂൺ 10 നടക്കാൻ പോകുന്ന WWDC വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ് ഈ ഒരു ജൂൺ മാസത്തിലാണ് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ആപ്പിൾ നടത്തുന്നത്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് നമുക്ക് ലൈവ് സ്ട്രീം ഉണ്ട്. ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലും ഇവൻറ്റ് സൈറ്റിൽ നമുക്ക് ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മളുടെ ഈ ചാനലിൽ അതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ എല്ലാ ഇവൻറ്റിലും നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു ഇവൻറ്റിലും ലൈവ് റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇത് ജോയിൻ ചെയ്യാം. നമുക്ക് ആ ഒരു ആവേശം ലൈവായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന iOS 18 വരാൻ പോകുന്ന കൺഫേംഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സന്തോഷം തരുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് നമുക്ക് എത്ര വലിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും എത്ര വലിയ ചേഞ്ചസ് ബ്രഹ്മാണ്ഡ ചേഞ്ചസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കാഴ്ചയിൽ മാറ്റങ്ങൾ വരുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. സോ അങ്ങനെ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മുടെ സെറ്റിങ്സിൽ വരാൻ പോകുന്ന UI ഇംപ്രൂവ്മെൻറ്റ്സ്. കേട്ടത് 100% സത്യമാണ്. കാരണം ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മളുടെ സാക്ഷാൽ മാർക്ക് ഗുർമാൻ. എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന പുതിയ സോഫ്റ്റ്വെയറുകളിലും എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സൊക്കെ വരുമ്പം അതിനോടനുബന്ധിച്ചുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റിങ്സിൽ കാണും. അതാണ് ആകെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ iOS 7 ശേഷം iOS 17 വരെ എത്തി നിൽക്കുവാണ്. ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ യാതൊരു UI ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ സെറ്റിങ്സ് ആപ്പിൽ ലഭിച്ചിട്ടില്ല. ഈ പറഞ്ഞ പുതിയ ഗിഫ് ഐക്കൺസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടല്ലാതെ യാതൊരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്തായാലും സന്തോഷമുണ്ട്, സെറ്റിങ്സിൻ്റെ UIയിൽ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ കോമഡി ഐറ്റം എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നത് iOS 14 റിലീസായ ടൈമിൽ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലീക്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കൺട്രോൾ സെൻറ്ററിൽ മാറ്റം. എനിക്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ iOS 10 ശേഷം 11 മുതൽ നമ്മളിത് ഇപ്പോൾ ഈ കാണുന്ന ഇതേ കൺട്രോൾ സെൻറ്ററാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആകെ മാറ്റം എന്ന് പറയുന്നത് ഫോക്കസ് മോഡ് വന്നു, പിന്നെ QR കോഡ് സ്കാനർ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഗിഫ് ഐക്കൺസ് ആപ്പിൾ ആഡ് ചെയ്ത് എന്നല്ലാതെ എനിക്ക് അത്ര വലിയ UI ചേഞ്ചസ് ഒന്നും തന്നെ നമ്മുടെ ഈ കൺട്രോൾ സെൻറ്ററിൽ ഇത്രയും വർഷമായിട്ട് iOS 11 ശേഷം യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇത്ര നാളും നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഡെയിലി ലൈഫിൽ, അതായത് ഞാൻ ഡെയിലി ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ, യൂട്യൂബ് യൂസ് ചെയ്യാൻ, ഈ ഒരു യൂസേജിനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂസേജ് ഉള്ള കുറച്ച് യൂസേഴ്സിനല്ല. അതല്ലാതെ വളരെ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ കുറേയധികം ആപ്ലിക്കേഷൻസ്, ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സും അതിൻ്റെ ടെക്നോളജീനെയും കുറേയൊക്കെ യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കാണ് കൃത്യമായിട്ട് ഡിവൈസിനെ പറ്റി എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കുറച്ചും കൂടെ പ്രോബ്ലംസ് റിഫൈൻ ചെയ്യേണ്ടത്, ഒരു ഒപ്റ്റിമൈസേഷൻ എവിടെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. സോ കുറേയധികം ഈ പറഞ്ഞ ചവറ് ഫീച്ചേഴ്സ് തള്ളിക്കയറ്റുന്നതിന് പകരം ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സ് കുറച്ചും കൂടെ റിഫൈൻ ചെയ്ത് നമുക്ക് കുറേയും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസേഴ്സിന് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഫീച്ചറാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നുമില്ല, ആപ്പ് ഐക്കൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന ആൻഡ്രോയിഡ് യൂസേഴ്സ്, എനിക്കൊന്ന് ഗൂഗിൾ പിക്സലിലാണെന്ന് തോന്നുന്നു, ഏതൊക്കെ ഡിവൈസുകളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷേ പിക്സലിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ നമുക്ക് തീമുകൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ആപ്പ് ഐക്കൺസിൻ്റെ ഷേപ്പും കളേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ എന്നാൽ ആ ഒരു രീതിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആപ്പിൾ എപ്പോഴും ഒരു ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ആപ്പിളിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, ആൻഡ്രോയിഡ് അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന മറ്റ് ബ്രാൻഡുകളായിരിക്കാം ഏതെങ്കിലും ഒരു ഫീച്ചർ കൊണ്ടുവരും, പക്ഷേ ആപ്പിൾ അതിനേക്കാൾ അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന ഫീച്ചറിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിൻ്റെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കി ആപ്പിൾ iOSൽ കൊണ്ടുവരും. ഇത് ഇവിടെ iOSൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ iOSൻ്റെ കുറേ ഫീച്ചേഴ്സ്
ആൻഡ്രോയിഡിലും കോപ്പി അടിക്കാറുണ്ട്. അങ്ങനെ iOS 18 നമുക്ക് ആപ്സ് ഇനി മുതൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം അത് ഏത് ലെവലിലേക്കും അല്ലെങ്കിൽ ഏത് രീതിയിലേക്കും പോകും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനി അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും തീമിംഗ് സ്റ്റോറോ അല്ലെങ്കിൽ തീംസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസോ ആപ്പിൾ കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു ആപ്പ് ഐക്കൺസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് കട്ട്സിൽ ധാരാളം തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഐക്കൺ പാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇൻഡിവിജ്വലി നമ്മളത് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൂ. അതിന് വർക്ക് കൂടുതലാണ്. സോ ആപ്പിൾ iOS 18 സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു തീം സെറ്റപ്പോ അല്ലെങ്കിൽ തീം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് കൊണ്ടുവരുന്നെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ നല്ലതായിരിക്കും. അതിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സിസ്റ്റം വൈഡ് ഫോണ്ട് ചേഞ്ച്. കാരണം ഇപ്പം നിലവിൽ നമുക്ക് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സിൽ നമുക്ക് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെയുണ്ട് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ. പക്ഷേ ഈ ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണ്ടുകളെല്ലാം തന്നെ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്തോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സിസ്റ്റം വൈഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. സോ സിസ്റ്റം വൈഡ് നമുക്ക് ഫോൺ ചേഞ്ചിനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊണ്ടുപോവാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഈ ഒരു ആപ്പ് ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആപ്പിൾ കൺഫേം ചെയ്തേക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഇനി മുതൽ യൂസേഴ്സിന് ആപ്പ് ഐക്കൺസ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം എന്നുള്ളത്. നമുക്കറിയാം ആൻഡ്രോയിഡിലൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്നാൽ iOS 18 അതിനും ഒരു അവസാനം കുറിക്കുവാണ്. ഇനി മുതൽ യൂസേഴ്സിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഐക്കൺസ് പ്ലേസ് ചെയ്യാം, അതോടൊപ്പം തന്നെ വിജിറ്റുകളും പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ മനുഷ്യർക്ക് വിഷ്വലി അപ്പിയർ ആകാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടുതലും സ്വാധീനിക്കാൻ പോകുന്ന കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോർ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ കുറേയധികം AI ഫീച്ചേഴ്സ് ആപ്പിൾ iOS 18 ഈ വർഷം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ് AI. കാരണം ഗൂഗിൾ ആണെങ്കിലും ChatGPT അങ്ങനെ എവിടെ നിങ്ങൾ ലിറ്ററലി നോക്കിയാലും AI ഇൻഫ്ലുവൻസ് AI അധികമായിട്ട് നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് കയറി വരുന്നു അല്ലെങ്കിൽ ഇടിച്ചു കയറുന്ന കുറച്ച് കാഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ChatGPT 4o അതോടൊപ്പം Gemini അങ്ങനെ പറഞ്ഞ AI വേറെ ലെവലിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ ഡിവൈസിനെയും നമ്മളുടെ ക്രിയേറ്റിവിറ്റിനെയും നമ്മളുടെ വർക്കിനെയും എല്ലാം വേറെ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺ ഡിവൈസ് AI ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഈ ഓൺ ഡിവൈസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിലവിൽ മാർക്ക് ഗുർമാൻ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് അത് നമ്മുടെ iPhone 15 സീരീസിൽ നമുക്കറിയാം iPhone 15 Pro സീരീസിൽ അതോടൊപ്പം തന്നെ M1 ചിപ്സെറ്റ് ഉള്ള മാക്ബുക്കിലും ഐപാഡിലും ഒക്കെ ആയിരിക്കും ഓൺ ഡിവൈസ് AI പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൊണ്ടുവരുന്നതാണ് മാർക്ക് ഗുർമാൻ പറഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ഫീച്ചേഴ്സ് അനുസരിച്ച് ആപ്പിൾ രണ്ട് രീതിയിലായിരിക്കും AI ഫീച്ചേഴ്സ് iOS 18 അല്ലെങ്കിൽ iPadOS ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓൺ ഡിവൈസിൽ തന്നെ ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓൺ ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസിൽ തന്നെ AI ഫീച്ചേഴ്സ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഹാർഡ്വെയർ റിക്വയർമെൻ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ സെക്യൂർ ആയിട്ടുള്ള ചാനലിലൂടെ ആയിരിക്കണം നമ്മളുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ ഫോൺ വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് വിട്ട് അത് വെളിയിലേക്ക് പോകരുത്. രണ്ട്, പ്രോസസ്സിങ് കേപ്പബിലിറ്റി അതും കൂടുതലായിരിക്കണം. ഈ പ്രോസസ്സിങ് കേപ്പബിലിറ്റി കൂടുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബാറ്ററിനെ ഓവറോൾ അത് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആപ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷനിൽ 15 Pro എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ മേ ബി റൈറ്റ് ആകാം അല്ലെങ്കിൽ കറക്റ്റ് ആകാം അല്ലെങ്കിൽ തെറ്റാം. കാരണം ഈ ഒരു iPhone 15 സീരീസിൽ മാത്രമല്ല ഇത്ര കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സറുള്ള നമുക്ക് ഇതിന് മുന്നേ ഉള്ള ജനറേഷൻസ് 14 സീരീസ് എടുത്താലും 13 സീരീസ് എടുത്താലും നമുക്ക് അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള നല്ല പ്രോസസ്സറാണ് നമുക്ക് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓൺ ഡിവൈസ് ചില ഫീച്ചേഴ്സ് ആപ്പിൾ മേ ബി iPhone 15 സീരീസിലായിരിക്കും കൊടുക്കാൻ പോകുന്നത്. വളരെ ചില ഫീച്ചേഴ്സ് ബാക്കി ഓൺ ഡിവൈസ് പെർഫോം ചെയ്യുന്ന മറ്റ് AI ഫീച്ചേഴ്സ് ആപ്പിൾ ബാക്കിയുള്ള ഡിവൈസുകൾക്കും കൊടുക്കും. എന്നാൽ ഒട്ടും പറ്റത്തില്ലാത്ത അതായത് AI ഫീച്ചേഴ്സ് ഒട്ടും ഡിവൈസിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുറച്ച് മോഡൽസ് അതായത് iPhone XS അല്ലെങ്കിൽ iPhone 11, 12 സീരീസ് ഇതിലൊക്കെ നമുക്ക് ക്ലൗഡ് ത്രൂ ആയിരിക്കും ആപ്പിൾ ആ ഫീച്ചേഴ്സ് എല്ലാം ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. അതിൽ വളരെ റീസെൻ്റ്ലി നമുക്കറിയാൻ സാധിച്ചത് ഗൂഗിളുമായിട്ട് ആപ്പിൾ AI ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു, അതായത് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ. എന്നാൽ ഏറ്റവും ഫൈനലി ഇപ്പം ഒരു ഡീല് വന്നേക്കുന്നത് OpenAI അതായത് നമ്മുടെ ChatGPT ആയിട്ടാണ് ഇപ്പം ആപ്പിൾ ഒരു ഡീലിലേക്ക് ഒരു കംപ്ലീറ്റ് ഡീലിലേക്ക് വന്നേക്കുന്നത്. സോ iOS 18 നമുക്ക് ChatGPTയിലുള്ള കുറേയധികം ഫീച്ചേഴ്സ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് വരാൻ പോകുന്നത് നമ്മുടെ സിരിക്കാണ്. രണ്ടാമത് നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമുക്കിപ്പം നിലവിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡിൽ
അതോടൊപ്പം ChatGPT OpenAIയിൽ കൊണ്ടുവന്നേക്കുന്ന കുറേ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ വാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് കഴിഞ്ഞ വർഷം ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് ഈ വർഷം ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് AI ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമതാണ് ഹെൽത്ത് ആപ്പ്. ഹെൽത്ത് ആപ്പിലേക്ക് ആപ്പിൾ AI ഇൻറ്റഗ്രേഷൻസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് ഓപ്ഷൻസ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതെന്തായാലും തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആപ്പിൾ വാച്ചിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രേഷനിലൂടെ ആപ്പിൾ ചെയ്യാൻ പോകുന്നതാണ്. അത് നമ്മൾ എന്തായാലും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. എന്തായാലും അടുത്ത തിങ്കളാഴ്ച, അതായത് ഈ വരുന്ന 10-ാം തീയതിയാണ്, ജൂൺ 10-നാണ് ആപ്പിൾ iOS 18 റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ലൈവ് റിയാക്ഷൻ ഉണ്ടാകും. അതിൽ നമ്മൾ അതിനെപ്പറ്റി ഓരോ ഫീച്ചേഴ്സിനെ പറ്റി അപ്പോൾ തന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.